ഞാൻ സഹായിക്കണോ? വേണ്ട. ബ്ലാക്ക് കളർ അടി. വേണ്ട, ഞാൻ അടിച്ചോളാം. അമ്മായിക്ക് വേറെ പണിയൊന്നുമില്ലേ? അതൊക്കെ ഞാൻ ചെയ്തോളാം. ഞാനൊരു കാര്യം പറയട്ടാ, പണ്ട് ഞാനും വലിയൊരു ചിത്രകാരിയായിരുന്നു. ആണോ? ആ, എന്തൊക്കെ വരയ്ക്കുമായിരുന്നു? എന്തൊക്കെ വരയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാ, 2 മല, നടുക്കൊരു സൂര്യൻ, പിന്നെ ചാരി നിൽക്കുന്നൊരു തെങ്ങ്, അതിൻ്റെ അടുത്തൊരു വീട്, നടുക്കൂടെ ഒരു പുഴ. ഒക്കെ ഞാൻ വരയ്ക്കണ കാര്യങ്ങളല്ലേ? അതൊക്കെ ഞാനും വരച്ചിട്ടുണ്ട് അമ്മായി. അതെല്ലാവരും ബേസിക് ആയിട്ട് വരയ്ക്കണ കാര്യങ്ങളാണ്. ഇത് നീ എന്തോന്ന് വരയ്ക്കണ? പെൺകുട്ടിയെ. കണ്ണെന്ത് ഇങ്ങനെ ഇരിക്കുന്നത്? തെറ്റിപ്പോയി. ആണ്, മാറ്റി വരാം. അല്ല, ഞാൻ പറഞ്ഞു തരണ്ടേ? ഏതാണ് ചിത്രകാരി? ചിത്രകാരികൾ വന്നാലേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. വരാ പാറക്കുട്ടി, ആന്റി, എന്താ പരിപാടി? ഞാൻ വരയ്ക്കായിരുന്നു. ഇതാരാ? മനസ്സിലായില്ലേ? മെർലിൻ ചേച്ചി മമ്മി. ഓ, മെർലിന്റെ മമ്മിയായിരുന്നോ? ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇവരെ കണ്ടിട്ടില്ല. ഗൗരിയല്ലേ? ആ, എനിക്കറിയാം. എങ്ങനെ അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ? ഫോട്ടോയില്. അത് പറ, ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആന്റി ഒന്ന് പെട്ടെന്ന് ഇവിടെ വന്നേ. ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ വന്നതാ, അവഴിക്ക് ഇങ്ങോട്ട് കേറിയതാ. എന്താ, ഞാൻ വന്ന് നിനക്ക് ഇഷ്ടായില്ലേ? പിന്നെ ആന്റി വരുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടാ. ആന്റി അങ്ങനെ പൊളിയല്ലേ. ഞാൻ ഇപ്പൊ വരാവേ. ചേച്ചി വന്നാലും നിക്കാതിരിക്കേ. ഗൗരി കുറച്ചുനാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അല്ലേ? ആ, ഞാനേ മംഗലപുരം വരെ പോയേക്കുമായിരുന്നു. ചേച്ചി വന്ന കാര്യമൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. ഓ, അന്ന കാര്യമൊന്നും പറയണ്ട മോളെ, അതൊക്കെ ഒരു വരവായിരുന്നു. ചേച്ചി വീട്ടിൽ വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? പ്രശ്നം ഇല്ലാതൊന്നുമില്ല, പിന്നെ ഞാനും വിട്ടു കൊടുക്കാത്തോണ്ട് അങ്ങനെ അങ്ങ് പോവാ. അതെന്തായാലും നന്നായി. അയ്യോ, ഇതെന്താ പ്രതീക്ഷിക്കാതെ? ഞാൻ വിചാരിച്ചു ഈ വഴിക്ക് ഒന്നും വരത്തില്ലായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ? സത്യം പറഞ്ഞ എനിക്ക് ഇവിടെ ഉള്ളവരൊക്കെ അങ്ങ് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് തന്നെ. അതെ. മേരി ചേച്ചി, நம்ம சார் என்ன சொல்றாரு? സാറാ? ഏത് സാറ്? വിൻസെന്റ് തോമസ് സാർ தான். അങ്ങേരെ അവിടെ വെടികൊണ്ട പന്നിയെ പോലെ ഓടി നടപ്പുണ്ട്. നമ്മുടെ മെർലിന്റെ കല്യാണക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടി. ആണോ? പിള്ളേരുടെ വിഷമമാ കാണാൻ വയ്യാത്തത്. ഒന്നും അല്ലെങ്കിൽ അദ്ദേഹം ഒരു വലിയ ബിസിനസ്സുകാരനല്ലേ, ഒരുപാട് ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകുന്നതല്ലേ. എന്നിട്ട് ഈ പിള്ളേരുടെ ചിന്താഗതി എന്താ മനസ്സിലാക്കാത്തത്? കഷ്ടം തന്നെ. അങ്ങേര് ഒരു പ്രത്യേക സ്വഭാവക്കാരനാ. പക്ഷെ ബന്ധുക്കളുടെ ഇടയിലൊക്കെ നല്ല സഹകരണോ, എല്ലാവരും എല്ലാ കാര്യത്തിലും ഇടപെടും. പക്ഷെ അകാരണമായിട്ട് ഒരാളെ വെറുത്ത പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. അല്ല, കേശു എവിടെ? കേശുവേട്ടൻ റെസ്റ്റോറന്റിൽ സഹായിക്കാൻ പോയേക്കുവാ. റെസ്റ്റോറന്റിലോ? അത് ചേച്ചി, ഇവിടെ പാലച്ചോട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, മനുച്ചേട്ടൻ. ഞങ്ങൾക്കൊക്കെ അറിയാന്നുള്ള ചേട്ടനാ. മനുച്ചേട്ടൻ വിളിച്ചു പറഞ്ഞ് അവിടെ പണിക്കാരൊന്നുമില്ല, പിന്നെ ചേട്ടനും നാട്ടിൽ പോണം, അപ്പൊ സഹായിക്കാൻ വേണ്ടി അവ അങ്ങോട്ട് പോയേക്കുവാ. ആന്റി, അവിടെ നല്ല നെയ് റോസ്റ്റ് കിട്ടും. കേശുവേട്ടൻ എന്നെ വിളിച്ചാ, ഞാൻ പോവാഞ്ഞിട്ടാ. സത്യം ആന്റി, കേശുവേട്ടൻ എന്നെ വിളിച്ച ആന്റി, ഞാൻ പോവാഞ്ഞിട്ടാ. പോയായിരുന്നെങ്കിൽ നല്ല നെയ് റോസ്റ്റ് കിട്ടിയാനെ. നെയ്റോസ്റ്റ് മോൾക്ക് ഭയങ്കര ഇഷ്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടാ. ഇങ്ങ കേസുക്കും പാറുക്കും നെയ് റോസ്നാ ഉസിര്. ആണോ? ഈ പറയണാക്കുണ്ടല്ലോ, നെയ്റോസ്റ്റ് കൊണ്ട് ഫ്രണ്ട് വെച്ചു കൊടുത്താൽ തട്ടി വീടും. എനക്ക് ரொம்ப പിടിക്കും. റെസ്റ്റോറന്റ് ഇവിടെ അടുത്താണോ? ആന്റി, തൊട്ടടുത്താ, നടന്നു പോകാനുള്ള ദൂരേ ഉള്ളു. ചേച്ചി ഇടവഴി കൂടെ പോയാലും ഒരു 1 കിലോമീറ്റർ നടക്കേണ്ടി വരും. അമ്മായി, ഈ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നിസ്സാരല്ലേ. പിന്നെ പണക്കാർക്ക് 1 കിലോമീറ്റർ നടക്കാൻ പറ്റുമോന്നാ. പണക്കാരോ? അതാരാ? അതവള് മേരിയെ കളിയാക്കിയതാ. ആണോ? നീ എന്നെയാണോ പണക്കാരി എന്ന് പറഞ്ഞത്? ഞാൻ പണക്കാരി തന്നെയാ, പക്ഷെ ഈ പണക്കാരിക്ക് നടക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇയാള് കൊള്ളാലോ, കള്ളിപ്പെണ്ണെ. കാണുന്ന പോലെയാണ്, നല്ല ആള് വില്ലത്തിയാ. ഞാള് സൂപ്പറാ. ആന്റി, എന്നാ പിന്നെ പോയാലാ? ആ, എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് അങ്ങ് പോവാം. പോണോ? ഗീ റോസ്റ്റും കഴിക്കാൻ കേശുവിനെ ഒന്ന് കാണുകയും ചെയ്യാം. മോളെ, അവിടെ നമുക്ക് മുരിങ്ങല്ലേ ചീരയാണോ അമ്മ? കറി വെക്കണ സാധനമാണോ? അല്ല, ആ, ഇതാണ് നിങ്ങൾ പറഞ്ഞ റെസ്റ്റോറന്റ്? അതെ അതെ, കൊള്ളാലോ. നമ്മള് കയറി ചെല്ലുമ്പോഴേ കേശുവേട്ടൻ ഞെട്ടും. ഇന്നാള് മെർലിൻ ചേച്ചിയെ കൊണ്ട് കേശുവേട്ടനോട് വന്നായിരുന്നേ. അപ്പൊ കേശുവേട്ടനോട് പറയാതെ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. അപ്പൊ കേശുവേട്ടൻ അന്തം വിട്ടുപോയി. പാവം കേസു നാണം കെട്ട് പോയിട്ടാ. അങ്ങനെയൊക്കെ സംഭവിച്ചായിരുന്നോ? പിന്നെ ഇനി എന്തുമാത്രം കഥകളുണ്ടെന്ന് അറിയോ? മിണ്ടാതെ നടന്നുവാ.
നമ്മള് കയറി ചെല്ലുമ്പോ കേശുവേട്ടൻ ഞെട്ടും. കേശു അകത്തുണ്ടാവോ? ആ അവ അവിടെ തന്നെ കാണും, മിക്കവാറും അവൻ ക്യാഷിലായിരിക്കും. Kannan Devi Group presents West on Flowers Aka Ponnunakazha 2025.